നമുക്ക് റിയാസിലേക്ക് വീണ്ടും പോകാം. റിയാസ്, പൊള്ളലേറ്റ 9 പേരിൽ 3 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് വ്യക്തമാകുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ ഈ അക്രമത്തിൽ പരിക്കേറ്റവരുടെ സ്ഥിതി എന്താണ്? ഈ ആക്രമണത്തിൽ പരിക്കേറ്റവർ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒപ്പം തന്നെ 3 പേർ സ്വകാര്യ ആശുപത്രിയിലുമായി ചികിത്സയിൽ കഴിയുകയാണ്. മറ്റേ കൊയിലാണ്ടി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്ന ഒരാൾ മാത്രമാണ് ഇപ്പോൾ ഡിസ്ചാർജ് ആയിരിക്കുന്നത്. മറ്റെല്ലാവരും തന്നെ ആശുപത്രിയിൽ തുടരുകയാണ്. 5 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉള്ളത്. അതിൽ തന്നെ ഏറെയും കണ്ണൂർ സ്വദേശികളാണ് എന്നുള്ളതാണ് പ്രധാനമായും. ഇന്നലെ രാത്രി 9:15 9:30 ഇടയിൽ ഈ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ അത് കോഴിക്കോട് വിട്ട് അതിനുശേഷം എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ വിട്ടതിന് ശേഷമാണ് ഈ ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. അതുകൊണ്ട് തന്നെ അത് കണ്ണൂരിലേക്കുള്ള ട്രെയിനായിരുന്നു. അതിൽ ഉണ്ടായിരുന്നത് പ്രധാനമായും കണ്ണൂർ കതിരൂർ സ്വദേശിയായിട്ടുള്ള അഡ്വക്കേറ്റ് ക്ലർക്ക് കൂടിയായിട്ടുള്ള അനിൽകുമാർ, അദ്ദേഹത്തിന്റെ മകൻ അദ്വൈത്. ഇവരുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്. എന്നാൽ ഇവരുടെ ആരുടെയും നില അതീവ ഗുരുതരമല്ല എന്ന് പോലീസ് സംഘം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഒപ്പം ഈ അനിൽകുമാറിന്റെ ഭാര്യ സജീഷയും ഒപ്പം തന്നെ കണ്ണൂർ തന്നെയുള്ള തളിപ്പറമ്പ് പട്ടും സ്വദേശി നീലിമ വീട്ടിൽ റൂബി, തൃശൂർ മണ്ണുത്തി മാനാട്ടിൽ വീട്ടിൽ പ്രിൻസ്. ഈ പ്രിൻസ് എന്ന് പറയുന്നത് റെയിൽവേയിലെ കൊയിലാണ്ടി റെയിൽവേയിലെ സെക്ഷൻ എഞ്ചിനീയറാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ അശ്വതി, ഒപ്പം തന്നെ തളിപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള ജ്യോതീന്ദ്രനാഥ്, കണ്ണൂർ സ്വദേശി പ്രകാശൻ. ഇതിൽ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള പ്രകാശനും തളിപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള ജ്യോതീന്ദ്രനാഥും നേരത്തെ സൂചിപ്പിച്ച തൃശൂർ മണ്ണൂത്തി സ്വദേശി പ്രിൻസുമാണ് ഇപ്പോൾ ഇവിടെ സ്വകാര്യ ആശുപത്രിയിലുള്ളത്. മറ്റ് 5 പേരാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. വിജയ്. ശരി, റിയാസ് KMR ആണ് വിവരങ്ങളുമായി ചേർന്നത്.